വർഷത്തിന് ശേഷം തമിഴ് സിനിമയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി. രാജകുമാർ പെരിയസാമി സംവിധാനം ചെയ്യുന്ന ധനുഷ് ചിത്രം D55 മമ്മൂട്ടി തമിഴിലേക്ക് വീണ്ടും എത്തുന്നത്. ധനുഷിനൊപ്പം മമ്മൂട്ടി എത്തുന്നു എന്നത് സിനിമാ പ്രേക്ഷകരെയും ഏറെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. മമ്മൂട്ടിയെ ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റും നിർമ്മാതാക്കളായ വണ്ടർ ബെയർ ഫിലിംസ് പങ്കുവച്ചിട്ടുണ്ട്. ബിഗ് എം ഒരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ അത് ചരിത്രമായി മാറുന്നു എന്ന ക്യാപ്ഷനോടെയാണ് അണിയറ പ്രവർത്തകർ മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവച്ചത്. അതേസമയം മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ കമ്മത്താന്റെ കമ്മത്ത് എന്ന ചിത്രത്തിൽ ധനുഷ് അതിഥി വേഷത്തിലെത്തിയിരുന്നു. രാജകുമാർ പെരിയസാമി തന്നെയാണ് ചിത്രത്തിന് കഥ ഒരുക്കിയിരിക്കുന്നതും. ശിവകാർത്തികേയൻ നായകനായെത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം അമരന്റെ സംവിധായകനാണ് രാജ്കുമാർ പെരിയസാമി. നിലവിൽ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം പദയാത്രയുടെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് മമ്മൂട്ടി. പദയാത്രയുടെ ഷൂട്ടിങ്ങിന് ശേഷമായിരിക്കും മമ്മൂട്ടി ധനുഷ് ചിത്രത്തിൽ ജോയിൻ ചെയ്യുക. ധനുഷിനും മമ്മൂട്ടിക്കും പുറമെ സായ് പല്ലവിയും D55 ഭാഗമായിട്ടുണ്ട്. മാരി 2 ശേഷം ധനുഷും സായ് പല്ലവിയും ഒന്നിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് D55. നടി ശ്രീലീലയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അമരന് ശേഷം രാജകുമാർ പെരിയസാമിയും സായ് പല്ലവിയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. വണ്ടർ ബെയർ ഫിലിംസിന്റെ ബാനറിൽ ധനുഷ് തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. 2019 പുറത്തിറങ്ങിയ പേരൻപാണ് ഇതിനു മുൻപ് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.